കേരളത്തിലെ ചർച്ചകൾ ആരംഭിച്ചു തുടങ്ങി. 2026 നിയമസഭാ ഇലക്ഷനിൽ ആരായിരിക്കും അധികാരത്തിൽ വരുന്നത്? പിണറായി മന്ത്രിസഭ ഏതായാലും പിണറായി വിജയനായിരിക്കുകയില്ല മുഖ്യമന്ത്രി എന്ന് പറയുന്നു. സി പി എം അധികാരത്തിൽ വന്നാൽ ഏതാണ്ട് UDF നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ലീഡേഴ്സും വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു അവർ അധികാരത്തിൽ വരും. അവർ മുഖ്യമന്ത്രി ആരാണെന്ന് പോലും പറഞ്ഞു തുടങ്ങി. ആരാണ് മന്ത്രിമാരാകേണ്ടത്, എത്രമാത്രം ഘടകകക്ഷികളുണ്ടാകണം, ആ രീതിയിലുള്ള ഡിസ്കഷൻ ഒരു ഭാഗത്ത് പോകുന്നു. പിന്നീട് നമ്മൾ കാണാം BJP അവർ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, അതേപോലെ നിയമസഭാ ഇലക്ഷൻ, അതിന് ഏത് രീതിയിലുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കേണ്ടത്, അവരും അതിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. 2024 CPM നയിക്കുന്ന LDF കിട്ടിയ അടി അത് ചെറിയ അടിയൊന്നുമല്ല. ഏകദേശം 10ഓളം പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഏകദേശം 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ പുറകിലാണ് പോയേക്കുന്നത്. അത് വളരെ ക്രിട്ടിക്കലാണ്. ഇതിനകത്ത് ആ പാർട്ടി തന്നെ പല രീതിയിലുള്ള ആലോചനകൾ തുടങ്ങുന്നു. MA ബേബിയുടെ ലേഖനങ്ങൾ വരുന്നു. തോമസ് ഐസക് അതിനെപ്പറ്റി അറ്റാക്ക് ചെയ്യുന്നു. അതായത് CPM ആണ് ഏറ്റവും വലിയ പരുങ്ങലിൽ. ആ ഉള്ള ധാരണയാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത്. വളരെ സ്പഷ്ടമായി കേരളത്തിൽ ഈഴവരും ക്രൈസ്തവരും ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതായത് CPM ബാക്ക് ബോണുമായി ഈഴവരും, അതേപോലെ തന്നെ സ്ഥിരമായിട്ട് എവിടെയും വോട്ട്, അതായത് UDF ഭാഗം കോൺഗ്രസിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെയും അവരും BJPക്ക് വോട്ട് ചെയ്യുന്നു. ഇപ്പോൾ 2026 എങ്ങനെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? ഇതാണ് ഒരു ഇയർലി പ്രഡിക്ഷൻ ആണെങ്കിൽ തന്നെ ഇതൊക്കെയാണ് ഞാൻ ഈ പറയുന്നതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന BJP ഏത് രീതിയിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ബോധ്യമാകും BJPക്ക് വരാൻ പോകുന്ന 2026 ഇലക്ഷനിൽ എത്രമാത്രം നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം എന്തുകൊണ്ടാണ് അത് പറയാനുണ്ടായ കാരണം. അതായത് പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ, അതായത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിലും പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിലും ഇവർ BJP നേട്ടമുണ്ടാക്കി, വല്ലാത്തൊരു നേട്ടമുണ്ടാക്കി. 20% മുകളിലോട്ട് പോയി അവരുടെ വോട്ടിംഗ് ഷെയർ. അപ്പോൾ അതിനു മുമ്പ് നടന്ന ഇലക്ഷൻ, അതായത് മിഡ് ടൈം പോളുകൾ, ഇപ്പോൾ തൃക്കാക്കരയാണെങ്കിലും അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണെങ്കിലും, ഈ 2 കോൺസ്റ്റിറ്റ്യുവൻസിയിലും BJP വളരെ പാടെ ഡൗൺ റോഡ്, അത് വല്ലാതെ താഴ്ന്നു പോയി. അപ്പോൾ അവിടുന്നാണ് അവർ റിവൈവ് ചെയ്ത് 2024 ഇത്രയും പെർസെൻറ്റേജ് വോട്ട് പിടിച്ചിട്ട് സുരേഷ് ഗോപി ജയിക്കുന്നു. അതേപോലെ തന്നെ തരൂരിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കുന്നു. അങ്ങനെ പലതും. ശോഭാ സുരേന്ദ്രൻ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അതേപോലെ തന്നെ V മുരളീധരൻ ആറ്റിങ്ങലിൽ CPM കോട്ടയിൽ വ്യക്തമായി വിരട്ടി വിട്ടു CPM. CPI കാൻഡിഡേറ്റും തോറ്റുപോയി, പക്ഷേ വരണ്ടുപോയി. അതായത് CPM കോട്ടകളിലാണ് ഇവർ കയറി പിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ പഞ്ചായത്ത് ബോഡി, അത് ലോക്കൽ ബോഡി പഞ്ചായത്ത് ഇലക്ഷനിൽ എങ്ങനെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോക്കൽ ബോഡിയിലുള്ള നേതാക്കന്മാരെ പ്രോജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് വരെ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. അതിൻ്റെ അകത്ത് ഇവർക്ക് പല RSS കേഡേഴ്സ് ഉണ്ട്, ശാഖകളുണ്ട്, ക്യാമ്പുണ്ട്, പിന്നെ BJP ലീഡേഴ്സുണ്ട്. പക്ഷേ ഇവരൊന്നും ഒരു ലോക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു പോപ്പുലർ ഫേസുകളല്ല. ഞാൻ ആ പറയുന്നതിൻ്റെ ബോധം നിങ്ങൾക്ക് മനസ്സിലാക്കണം. കാരണം ഇവരൊന്നും കൂടുതലായിട്ട് പഞ്ചായത്തിലോ സഹകരണ സംഘത്തിലോ ഇവിടെയൊന്നും എലക്റ്റഡ് ബോഡിയിൽ ഇവർ വളരെയധികം കുറവാണ്. അതായത് ജനങ്ങളുമായിട്ട് നിരന്തരം ഇവർ പാർട്ടി പ്രവർത്തകരും കേഡറും ഒക്കെ ആയിരിക്കും. അതായത് ഞാൻ പറയാൻ പോകുന്നത് 2024 ഇലക്ഷനിൽ മാത്രമാണ് പലയിടത്തും റിപ്പോർട്ട് കിട്ടിയത് BJPക്കാർ ബൂത്തുകളിൽ, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബൂത്തുകളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നത്. മറ്റുള്ള പല ഇലക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിലും BJPക്കാർ രാവിലെ വന്നിരിക്കുന്നു, ഏകദേശം 2 മണിയാകുമ്പോൾ അവരെല്ലാം പൂട്ടിയും കെട്ടി അവരങ്ങ് പോകും.
ഇതാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും മാറ്റം ഉണ്ടായത് 2024 ഇലക്ഷനിൽ അവർ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ബൂത്തിലിരിക്കുന്നു. കാരണങ്ങളെല്ലാം അവരെല്ലായിടത്തും വിസിബിളായിട്ട് പ്രചരണത്തിലെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നു. അതായത് ഇപ്പം LDF UDF അതേപോലെ NDA BJP എടുത്ത് അവരും ഈ 2024 ഇലക്ഷനിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും വാർഡുകളിലും ബൂത്തുകളിലും വളരെ വിസിബിളായിട്ട് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുപോയ ഒരു ഇലക്ഷനാണ് 24. അപ്പോൾ ഇനി പഞ്ചായത്ത് ഇലക്ഷനിൽ എങ്ങനായിരിക്കും? ഒന്നാമത്തവർക്ക് വിസിബിലിറ്റി ഉള്ള ലോക്കൽ ഫ്ലേവറുള്ള ലീഡേഴ്സ് ഇല്ല. അപ്പോൾ അതൊരു വലിയ കാരണമാണ്. കാരണം അവരങ്ങനെയുള്ള ലീഡേഴ്സിനെ ലോക്കലി മുൻപന്തിയിലോട്ട് ഇവർ കൊണ്ടുവരുവാൻ ശ്രമിച്ചില്ല. അതൊരു ഹാൻഡിക്യാപ്ഡ്. ഇപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഭാരത് മാതാ കി ജയ് നല്ല സ്ലോഗനാണ്, വന്ദേ മാതരം, വന്ദേ ഭാരത് ഇതൊക്കെ നല്ല സ്ലോഗനാണ്. ഇപ്പം ജയ് ഹനുമാനും ജയ് ശ്രീരാമും ഇതൊന്നും കേരളത്തിന് പറ്റിയ മുദ്രാവാക്യമല്ല. അത് കഴിഞ്ഞ് 2024 ഇലക്ഷനിൽ BJPക്ക് വ്യക്തമായിട്ട് പിടികിട്ടി. ജയ് ശ്രീറാം കേരളത്തിൻ്റെ മുദ്രാവാക്യമല്ല, ജയ് ഹനുമാൻ കേരളത്തിൻ്റെ മുദ്രാവാക്യമല്ല. ഇപ്പം BJP കേരളത്തിന് വേണ്ടി കുറച്ച് സ്ലോഗൻ എടുക്കണം. ലോക്കൽ പൊളിറ്റീഷ്യൻസിനെ എങ്ങനെയാണ് ജനങ്ങളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന രീതിയിലാക്കി എടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തായിരിക്കും 2026 ഇലക്ഷനിൽ BJP നേരിടാൻ. കാരണം അതിനകത്തുനിന്ന് വരുന്ന 2026 പല ഇലക്ഷനിൽ പലയിടത്തും മത്സരിക്കുന്ന നേതാക്കൾ ഇവർ ജയിക്കാൻ സാധ്യതയുണ്ട്, തോക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ചിലപ്പോൾ 2026 ഇലക്ഷനിൽ ഈ 33% സ്ത്രീ റിസർവേഷൻ കയറി വരും. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചിലപ്പോൾ അത് കയറി വരികയാണെങ്കിൽ, അതായത് സ്ത്രീകളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കൂടുതൽ കൊണ്ടുവരേണ്ടി വരും. അത് കേരളത്തിൽ പഞ്ചായത്തിലൊക്കെ നടക്കും. പക്ഷേ നിയമസഭയിലോട്ട് ഇങ്ങനൊരു സംഭവം വരുവാണെങ്കിൽ, അതായത് ലോക്കൽ റീജിയണൽ പൊളിറ്റിക്സിനകത്ത് സ്ത്രീ നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതായത് അടുത്ത പാർലമെൻറ്റിൽ 2029 നടക്കുമ്പോൾ ഇന്ത്യയിൽ 35% കയറി വരാൻ പോകുന്ന സ്ത്രീകളാണ്. ഇതെല്ലാ സ്റ്റേറ്റുകളിലും ബാധകമാകാൻ പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഈ നിയമസഭ ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രോഗ്രസീവ് റിപ്പോർട്ടിനെ കേന്ദ്രീകരിച്ചായിരിക്കും 2026 ഇലക്ഷൻ. ഇതാണ് സംഭവം. അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് 2026 BJP 10 മുതൽ 15 സീറ്റ് പിടിക്കുകയാണെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ ഇടതുപക്ഷം അല്ലെങ്കിൽ UDF LDF രാഷ്ട്രീയത്തിൽ വിള്ളലുണ്ടാകാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, 2024 UDFന് വോട്ട് ചെയ്തവർ, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി ഒഴികെയുള്ളവരാണെങ്കിൽ അതിൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ക്രൈസ്തവ കമ്മ്യൂണിറ്റി ആണെങ്കിലും ചില കമ്മ്യൂണിറ്റികൾ അത് വീണ്ടും LDFന് വോട്ട് ചെയ്യും. അങ്ങനെ വീണ്ടും LDF അധികാരത്തിൽ വരും. അതാണ് 2021 നമ്മൾ കണ്ടത്. 2019 CPM തോൽക്കുന്നു, 2021 CPM വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഇതാണ് പോയിന്റ്. എന്താണ് അതിൻ്റെ റീസൺ? മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടി മന്ത്രിസഭ എന്ന് പറയുന്നത് വെറും 2-3 വോട്ട് നിയമസഭാ അംഗത്തിൻ്റെ ഇതോടുകൂടി ഭൂരിപക്ഷത്തോടുകൂടി മാത്രമാണ് നിലനിന്ന് പോർന്നത്. അത് ഉമ്മൻചാണ്ടി ആയിട്ട് മാത്രമാണ് നയിക്കാൻ പറ്റിയത്. പിന്നീട് ഉമ്മൻചാണ്ടി നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം, മുസ്ലിം ലീഗിൻ്റെ സ്ലേവായിട്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭാ അംഗങ്ങളും മാറി. ഇതാണ് സംഭവിച്ചത്. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം അവരുടെ കയ്യിലായി. അവർ കേരളത്തിൽ കയറി അങ്ങ് നിരങ്ങി. ഇതിൻ്റെ പേരിലാണ് പിണറായി വിജയൻ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. അതായത് പ്രീണനം ഏറ്റവും കൂടുതൽ നടത്തിയത് UDF ആണ്.
ഇത് കേരളത്തിലെ വോട്ടർമാർക്ക് ശരിക്കും അറിയാം. അതായത് 2026 ഇലക്ഷനിലും UDF വോട്ട് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗും അവരുടെ മന്ത്രിമാരും അവന്മാർ കയറി നിരങ്ങും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും 5ാം മന്ത്രി വേണം, 7ാം, ചിലപ്പം അവർക്ക് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് 2 പേര് വേണം, പ്രധാനപ്പെട്ട എല്ലാ പോർട്ട്ഫോളിയോ അവരെടുക്കും. ഈ ഒരു സംഭവം മലയാളികളുടെ മനസ്സിലുണ്ട്. ഇതിനെ എങ്ങനെ തടയിടും മനസ്സിലാക്കുക. നമ്മൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. CPM ഏറ്റവും കൂടുതൽ തോൽവി ഏറ്റുവാങ്ങിയ 2024 മുസ്ലിം പ്രീണനമാണെങ്കിൽ 2026 ഇലക്ഷനിൽ UDF കോൺഗ്രസ് പാർട്ടി ഏറ്റുവാങ്ങാൻ പോകുന്നത് മുസ്ലിം പ്രീണനമായിരിക്കും. കാരണം തോറ്റു. കാരണം എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടതാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഏത് രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ കയറി അഴിഞ്ഞാടിയത്. അവർ ചെയ്യാവുന്ന എല്ലാ അഴിമതിയും ചെയ്തു. അവരുടെ ആൾക്കാരെ എല്ലായിടത്തും കൊണ്ടുവന്നു, അതിനെ അങ്ങ് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. ഉമ്മൻചാണ്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെറിയൊരു 2-3 MLA-മാരുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പം മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇവിടെ BJP 10-15 സീറ്റ് പിടിക്കുവാണെങ്കിൽ ചിലപ്പോൾ കേരളത്തിൻ്റെ പൊളിറ്റിക്സ് മാറാം. അല്ലെങ്കിൽ 2026 ഈ പറയുന്ന VD സതീശിൻ്റെയും സുധാകരൻ്റെയും KC വേണുഗോപാലിൻ്റെ സ്വപ്നങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, വീണ്ടും LDF അധികാരത്തിൽ വരും.